അങ്ങനെ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ദിവസം വരെ എനിക്ക് ആയുസ്സ് തന്ന ദൈവത്തോട് ആദ്യം തന്നെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതിപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ അവരവർ ജനിച്ച ദിവസം അവർക്ക് മോസ്റ്റ് സ്പെഷ്യൽ ഡേ ആയിരിക്കും. ആ ദിവസം ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാനുണ്ടായെന്ന് വരില്ല, കേക്ക് കട്ട് ചെയ്തൊന്നും വരില്ല, പായസം ഉണ്ടാക്കിയൊന്നും വരില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ നമുക്കതൊരു സ്പെഷ്യൽ ഡേ ഫീലിംഗ് ഉണ്ടായിരിക്കും എപ്പോഴും. അതുപോലുള്ള ഒരു ഡേ ആണ് ഇന്ന് എനിക്ക്. സോ ഐ തോട്ട് വൈ ഐ ഷുഡ് ഡോക്യുമെൻ്റ് ഇറ്റ് ആൻഡ് ചെറിഷ് ഫോർ എവർ. ഞാൻ എണീക്കുമ്പോൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എണീക്കാറ്. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും എണീക്കാറ്. അങ്ങനെ ഞാൻ എണീറ്റ് ഫ്രഷായി ഇന്നൊരു നല്ല ദിവസമല്ലേ, അപ്പോൾ പള്ളിയിലോട്ടൊക്കെ പോയി ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റെഡിയായി പള്ളിക്ക് പോവാട്ടോ. പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ച് ഇന്ന് ഈ ഒരു ദിവസം എനിക്ക് തന്നതിനും എന്നെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ സഹായിച്ച എൻ്റെ ഇച്ഛയ്ക്കും എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നേരെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടോ. എൻ്റെ ഇന്നത്തെ ഫുൾ ഡേ വ്ളോഗായിട്ട് കാണിച്ചു തരാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കുന്നത് തന്നെ. അപ്പോൾ പലതും വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ മറന്നു പോവാതെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഡെക്കോ ഫോർ മൈ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങളെല്ലാവരും ഓൾറെഡി ഷോർട്സിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതിൽ കുറച്ച് ബലൂൺസും ഒരു ഹാപ്പി ബർത്ത്ഡേ നിയോൺ ലൈറ്റ് കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നിയോൺ ലൈറ്റ് പോയി എടുക്കണം, പിന്നെ കണക്ഷൻ കൊടുക്കണം, പിന്നെ കേക്ക് പോയി എടുക്കണം. അങ്ങനെ കുറച്ച് പണികൾ കൂടി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ലല്ലൂസ് ആട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാനും ലല്ലും കൂടിയിട്ടുള്ള ഡാൻസൊക്കെ കണ്ടിട്ടുണ്ടാവും. ലല്ലൂസും തക്കൂസും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, അയ്യോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ വീഡിയോസൊന്നും എടുത്തില്ലല്ലോ, ഇതൊക്കെ മറന്നുപോയി. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും തക്കാളി ചമ്മന്തിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചയ്ക്ക് ബീഫും കായൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിച്ച്, അയ്യോ ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഞാനും മമ്മിയും കൂടി കേക്ക് മേടിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് ഡെക്കറേഷൻ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. ബലൂണും അതുപോലെ നിയോൺ ലൈറ്റ്, ബർത്ത്ഡേയുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കണക്ഷനെല്ലാം കൊടുത്ത് ഫുൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്, കുറച്ച് വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വൈകിട്ട് ഒരു 7 മണി സമയത്തായിരുന്നു. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ അവരെല്ലാവരും എത്തി. അമ്മച്ചിയും അപ്പച്ചനും ചേട്ടന്മാർ രണ്ടുപേരും എത്തിയിട്ടോ. ഇത് ഇങ്ങനെ പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഓൾറെഡി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ബർത്ത്ഡേയുടെ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. ആ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു 2-3-4 ടേക്ക് വേണ്ടി വന്നു അതൊന്ന് റെഡി ആവാനായിട്ട്. ലാസ്റ്റ് ഒരെണ്ണം ഒരു ടേക്ക് റെഡിയായി. ഫൈനലി ഐ എം ഗോയിങ് ടു ബ്ലൂ മൈ കാൻഡിൽസ് ഓഫ് ദിസ് ഇയർ.
ഇതൊരു പുതിയ തുടക്കമാവട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ സ്വയം ആശംസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള കാൻഡിൽസ് ആൻഡ് കേക്ക് കട്ടിങ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ. ആൻഡ് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്ത് ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായ എൻ്റെ ദൈവത്തോടും എൻ്റെ ഇച്ചയോടും എൻ്റെ പാരൻസ് ആൻഡ് ഫാമിലി എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നീ ഇങ്ങനെ ഫോട്ടോ പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് പുറത്ത് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പതുക്കെ എല്ലാവരും ഇറങ്ങി ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്ത് തന്നെ എടമുട്ടം അവിടെ ഒരു കടയുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, മല്ലൂസ് മക്കാനി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി.
ഫുഡൊക്കെ കഴിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ആ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്. ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്നു. പരിപാടി എന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടായില്ല, എന്നാലും വിചാരിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ഡെക്കോറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈ ഹസ്ബൻഡാണ് എനിക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഗിഫ്റ്റ് ചെയ്തത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. കാരണം ഞാനിങ്ങനെ ഓരോ ഐഡിയാസ് പറയുമ്പോഴും അത് പോസിബിൾ ആവോ, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഇത്ര ഡെക്കറേഷനൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ കുറേ പേര് നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അതൊന്നൊരു പ്രശ്നമല്ല. നമുക്ക് വർഷത്തിലൊരു ബർത്ത്ഡേ വരുന്നുള്ളൂ, സോ വി ഷുഡ് സെലിബ്രേറ്റ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് ഒരേ ഒരാളാണ്, അതെൻ്റെ ഇച്ചയാണ്. നമുക്ക് ചുറ്റും എല്ലാവരും, അതായത് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും നമുക്ക് ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ലോൺലി ഫീലിംഗ് ആയിരിക്കും. ഐ ലവ് യു ഇച്ച ഫോർ ബീയിങ് വിത്ത് മീ ആൻഡ് വൺസ് അഗെയിൻ ഐ താങ്ക് യു ഓൾ ഓഫ് ദം ഫോർ എവറിത്തിങ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.